അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ദ ഹാപ്പിനെസ് മെഷീൻ എന്ന് പറയുന്ന റേ ഡഗ്ലസ് ബ്രാഡ്ബറിയുടെ ഒരു വർക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം. വൺ ഡേ ലിയോ ഹഫ്മാൻ moved slowly through his garage, which he was changed into a workshop for his mastercraft and novel invention, the happiness machine. He started searching for some wood and a curl of fire, a hammer, spanners, and like these and the like. A perplexing question was forming in his mind. Should the machine be something you carry in your pocket or something that carries you in its pocket? Anyway, the machine should make one happy. അപ്പോൾ ഒരു ദിവസം നമ്മുടെ ലിയോ ഹോഫ്മാൻ എന്ന് പറയുന്ന ഒരാൾ തൻ്റെ ഗ്യാരേജിൻ്റെ കൂടെ അല്ലെങ്കിൽ തൻ്റെ വർക്ക്ഷോപ്പിലൂടെ ഇങ്ങനെ നടന്നു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് അദ്ദേഹം വർക്ക്ഷോപ്പാക്കിയത് ഒരു പുതിയ കണ്ടുപിടുത്തം നടത്താനാണ്. ആ കണ്ടുപിടുത്തമാണ് ദ ഹാപ്പിനെസ് മെഷീൻ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അത് നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം കുറച്ച് വുഡും അതുപോലെ തന്നെ വയേഴ്സും ഇലക്ട്രിക്കൽ വയർ ഉണ്ടല്ലോ, അത് ഹാമർ, ചുറ്റുക, സ്പാനർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തപ്പാൻ തുടങ്ങി. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ചോദ്യം ഉയർന്നു. ഈ മെഷീൻ എന്ന് പറയുന്നത് പോക്കറ്റിൽ കൊണ്ടുപോകാൻ, അതായത് നമ്മുടെ പോക്കറ്റിൽ കൊണ്ടുപോകാൻ പറ്റുന്നതാണോ അതോ ഈ മെഷീൻ്റെ പോക്കറ്റിൽ നമ്മളാകുമോ എന്നുള്ള ചോദ്യം ഉണ്ടായി. എന്ത് തന്നെ ആയാലും ഈ മെഷീൻ ഹാപ്പിനെസ് തരണം. How can you make one happy? How can you find happiness in your life? What are the feelings associated with happiness? He went into a house with his dictionary and sat on the table where his wife was ironing the clothes. Lena, are you pleased, content, joyful and delighted? She stopped work. Read out list again, please. Closing the book, he said, say yes or no. Aren't you happy, joyful or delighted? അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ കുറച്ച് ചോദ്യങ്ങൾ വരുന്നു. ഹൗ ക്യാൻ യു മേക്ക് വൺ ഹാപ്പി? നമുക്ക് ഇങ്ങനെ ഒരാൾ സന്തോഷവാനാക്കാം, നമുക്ക് സ്വയം ലൈഫിൽ അങ്ങനെ സന്തോഷം കണ്ടെത്താം, സന്തോഷത്തിനായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഫീലിങ്സ് എന്തൊക്കെയാണെന്നൊക്കെ ചോദ്യങ്ങൾ കിട്ടുന്നു. അപ്പം ഇയാൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇത് ഒരു ഡിക്ഷണറി എടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ അടുത്തോട്ട് പോയി. വൈഫ് അവിടെ അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തുണികൾ തേച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, നീ സന്തോഷവതിയാണോ, ജോയ്ഫുൾ ആണോ, അങ്ങനെ ഡിലൈറ്റഡ് ആണോ, അങ്ങനെ സന്തോഷമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അവർ വർക്ക് നിർത്തി. എന്നിട്ട് വീണ്ടും ഈ ലിസ്റ്റ് ചോദിച്ചു. എന്നിട്ട് ബുക്ക് അടച്ചിട്ട്, ആ ഡിക്ഷണറി ഉണ്ടല്ലോ, ആ ബുക്ക് അടച്ചിട്ട് അദ്ദേഹം വീണ്ടും ചോദിക്കുകയാണ്, യെസ് ഓർ നോ, കാര്യം പറ, യെസ് ആണോ നോ ആണോ. അവർ ഡൊമസ്റ്റിക് വൺസ് ആർ കണ്ടന്റഡ്, അവർ ബേബീസ് ആർ ആൻഡ് പീപ്പിൾ ഓഫ് സെക്കൻഡ് ചൈൽഡ്ഹുഡ് ഹിയർ ആർ ഡിലൈറ്റഡ്. ഡു യു തിങ്ക് വെദർ ഐ ആം ഡൂയിങ് ഓൾ ദീസ് ഹൗസ് ഹോൾഡ് ചോർസ്? അപ്പോൾ പറയുകയാണ്, നമ്മുടെ ബേബീസും അതുപോലെ തന്നെ ഇവിടെ വയസ്സായവരും എല്ലാം, സെക്കൻഡ് ചൈൽഡ്ഹുഡ് എന്ന് വെച്ചാൽ രണ്ടാം ബാല്യം, അതായത് വാർദ്ധക്യം, അങ്ങനെ വയസ്സായവരും എല്ലാം ഹാപ്പിയാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഇവിടെ ഹാപ്പി ആയിട്ടില്ല വർക്കും ചെയ്തിരിക്കുകയാണെന്ന്? I know, I am trying to solve all your complaints. I am not complainingly and never complained. But please don't ask such crazy question for which you may not get the answer. അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്കറിയാം ഈ പ്രോബ്ലം എല്ലാം സോൾവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. അപ്പോൾ തിരിച്ച് വൈഫ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ കംപ്ലയിൻറ്റ് പറയുന്നതല്ല, അപ്പോൾ ഞാൻ ഒരിക്കലും കംപ്ലയിൻറ്റ് പറയുകയില്ല, പക്ഷേ ഇതുപോലത്തെ ക്രേസി ക്വസ്റ്റ്യൻസ് എൻ്റെ അടുത്ത് ഇനി ചോദിക്കരുത്. Suddenly Lena Hoffman froze and stiffed the air. Oh my God, look at what you have done. She pulled the over door open. A thick cloud of smoke whirled through the kitchen. And that happiness you have talked to me for the first time in the 6 months, and for the first time in 20 years, our supper bread has turned into charcoal. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ലെന ഹോഫ്മാൻ ഇങ്ങനെ തണുത്ത് മരവിച്ച് സ്നിഫ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് പറയണം, ഓ മൈ ഗോഡ്, ലുക്ക് അറ്റ് വാട്ട് യു ഹാവ് ഡൺ. നോക്കൂ, നിങ്ങൾ എന്താണ് ചെയ്തതെന്ന്. ഷീ പുൾഡ് ദ ഓപ്പൺ ഡോർ അഗെയിൻ. എ തിക്ക്ഡ് ക്ലൗഡ് ഓഫ് സ്മോക്ക് ഫിൽഡ് ത്രൂ ദ കിച്ചൺ. ആ ഡോർ തുറന്നപ്പോൾ ഒരു പുക ഇങ്ങനെ പുക കണക്ക് ഇങ്ങനെ വരെയാണ്. And that's happiness. You talk to me for the first time in 6 months, and for the first time in 20 years, our supper bread has turned into charcoal. അപ്പോൾ പറയാണ്, ഇതാണ് സന്തോഷം. നീ എൻ്റെ അടുത്ത് 6 മാസത്തിനിടെ ആദ്യമായി സംസാരിച്ചു. 20 വർഷത്തിന് ശേഷം സപ്പർ ബ്രെഡ് അല്ലെങ്കിൽ നമ്മുടെ അത്താഴം ചാർക്കോളായിട്ട് മാറി, കരിയായിട്ട് മാറി. ലിയോ ഹോഫ്മാൻ evaded from the kitchen when smoke subdued. Clings, clangs, rings, beeps. Sound of toil echoed rhythmically from her garage. He peered into to see even the slightest happiness on any face and any nook and corner. Those days were without food, rest and sleep. But he was thrilled to see the machine in shape. അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ ഗ്യാരേജിൽ നിന്ന് ഇങ്ങനത്തെ സൗണ്ട്സ് എല്ലാം വരുന്നുണ്ട്, ഈ വർക്ക് ചെയ്യുന്നതിൻ്റെ സൗണ്ട്സ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഈ ദിവസം പോലും ഫുഡും റെസ്റ്റോ ഒന്നും ഇല്ലാതെ അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മെഷീൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
The happiness machine is ready, asked Leo Hoffman, sneaking into the kitchen. Lee, you lost your pounds and our children are lacking your care. But you say the machine is ready. Please leave off with what you are making. Man can't make any such changes. അപ്പോൾ ഇദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ നമ്മുടെ ലെന പറയുകയാണ്, ലീ, നിൻ്റെ പൗണ്ട് അല്ലെങ്കിൽ നിൻ്റെ സമ്പാദ്യം എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്, നമ്മുടെ കുട്ടികളും നിൻ്റെ കെയർ ലാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ നീ പറയുന്നത് എന്താ, നിൻ്റെ മെഷീൻ റെഡിയായെന്നാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർത്ത്, കാരണം ഇങ്ങനെ മനുഷ്യർക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. He was awakened the next morning by the vague sound of birds, dogs and people. The birds were fluttering around the roof and the dogs were near the door of the garage. People peered over the fence to see the garage. അപ്പം നെക്സ്റ്റ് മോർണിംഗ് നമ്മുടെ ലിയോ ഉണർന്ന് എങ്ങനെയെന്ന് വെച്ചാൽ ഈ ബേർഡ്സിൻ്റെയും ഡോഗ്സിൻ്റെയും അതുപോലെ തന്നെ ആൾക്കാരുടെ സൗണ്ട് കേട്ടാണ്. അപ്പോൾ നമ്മുടെ ബേർഡ്സ് ഈ റൂഫിൻ്റെ മണ്ടയിൽ ഇങ്ങനെ ഫ്ലറ്റർ ചെയ്യുന്നുണ്ട്. ഡോഗ്സ് നിൽക്കുന്ന ആ ഗ്യാരേജിൻ്റെ ഫ്രണ്ടിലോട്ട് ഡോഗ്സ് നിൽപ്പുണ്ട്. പീപ്പിളും ഇതുപോലെ ഫെൻസിൻ്റെ മണ്ടയിൽ കൂടെയൊക്കെ നിന്ന് ഈ മതിലിൻ്റെ അവിടെയൊക്കെ നിന്ന് ഇങ്ങനെ ഗ്യാരേജിലോട്ട് നോക്കുന്നുണ്ട്. The sound of the happiness machine. It was sort of sound with all kind of hummings in varied frequencies. Tell me, Elena said quietly, standing by his side, looking into the garage. Could that make old men young, or it I be in that box if you died of overwork? I would be left alone by you and children with all the tedious household tasks. Can the machine get all this done for the house, the kitchen and the children? അപ്പോൾ ആൾക്കാർ പറഞ്ഞതെന്ന് വെച്ചാൽ അതാണ് എന്താ ഹാപ്പിനെസ് മെഷീൻ. അപ്പോൾ ലെന പറയാണ്, നിങ്ങൾ എൻ്റെ അടുത്ത് പറയുമോ ഈ മെഷീന് ഓൾഡ് മാനെ യങ് ആക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്നെ ഹാപ്പി ആക്കാൻ പറ്റുമോ, നിങ്ങളിങ്ങനെ ഈ വർക്ക് ചെയ്തിട്ട് ഈ ഓവർ വർക്ക് ചെയ്തിട്ടായി മരിച്ചു പോരുന്നെങ്കിൽ എന്നെ ഹാപ്പി ആക്കാൻ പറ്റുമായിരുന്നു ഈ മെഷീന്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിങ്ങളെയും ഈ കുട്ടികളെയും ഇവിടുത്തെ വർക്കെല്ലാം ഒറ്റയ്ക്ക് വിട്ടിട്ട് പോയാൽ ഈ മെഷീൻ ഇത് എല്ലാം ചെയ്തു തീർക്കുമോ, എൻ്റെ ഡ്യൂട്ടികളെല്ലാം ചെയ്യുമോ ലെന ചോദിച്ചു. That's not how it is made. അപ്പം അയാൾ തിരിച്ചു പറഞ്ഞതെന്ന് വെച്ചാൽ അങ്ങനെയല്ല ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. Then I have got no time to look. I am sorry. She kissed his cheek and left the room. ഇപ്പം പറയാന്ന് വെച്ചാൽ എങ്കിൽ പിന്നെ എനിക്ക് ഇത് നോക്കാനൊന്നും സമയമില്ല എന്ന് പറഞ്ഞ് സോറി പറഞ്ഞ് അയാൾ ലെന പോവുകയാണ്. This is not the right time, he thought. Let's try the machine tomorrow. അപ്പോൾ അയാൾ പറയണം, ഇത് ശരിയായ സമയമല്ല, നമുക്ക് മെഷീൻ്റെ നാളെ ട്രൈ ചെയ്യാം, മെഷീൻ വർക്ക് ചെയ്യുമോ ഇല്ലെന്ന് നാളെ ട്രൈ ചെയ്യാം. Late that night, he heard someone crying. He entered the children's room and saw Saul weeping bitterly, burying his face in the pillow. Saul, you had a nightmare? The boy wept. Then, in the moonlight, he saw the open door of the garage. He went down, entered the garage and found happiness machine terribly hot. So he was inside. Couldn't the machine make him happy? അപ്പോൾ രാത്രി ഒരു മിഡ് നൈറ്റൊക്കെ ആയപ്പോൾ ഒരു കരച്ചിൽ കേട്ടു. അപ്പോൾ ചിൽഡ്രൻസ് റൂമിൽ ചെന്നപ്പോൾ അത് സോൾ ഇരുന്ന് കരയുകയാണ്. പില്ലോയിൽ ഇങ്ങനെ തലയണയിൽ ഇങ്ങനെ മുഖം പൊത്തി ഇങ്ങനെ കരയുകയാണ്. അപ്പോൾ സോളെടുത്ത് ചോദിക്കണം, നീ എന്തെങ്കിലും ദുസ്വപ്നം രാത്രി സ്വപ്നം കണ്ടാണോ പേടിച്ചോ, നൈറ്റ് മെയർ കണ്ടാണോ പേടിച്ചോ എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ ഇയാൾ തിരിഞ്ഞു നോക്കിയപ്പോൾ മൂൺ ലൈറ്റിൽ കണ്ടു എന്താ ഗ്യാരേജിൻ്റെ ഡോർ ഓപ്പൺ ആയിരിക്കും. എന്നിട്ട് അയാൾ അതിനകത്തോട്ട് പോയി ആ മെഷീൻ നോക്കിയപ്പോൾ അത് നല്ല ഹോട്ടായിട്ടിരിപ്പുണ്ട്, അത് നല്ല ചൂടായിട്ടിരിപ്പുണ്ട്. അപ്പോൾ മനസ്സിലായി ഇത് സോൾ അതിനകത്ത് അകത്ത് കയറി. അപ്പോൾ അയാൾ ചിന്തിക്കുകയാണ്, മെഷീന് അവനെ ഹാപ്പി ആക്കാൻ പറ്റിയില്ലേ എന്ന് ചിന്തിക്കുകയാണ്. Then next day, Leo succeeded in leading his wife to the 8-foot tall orange colored machine. അടുത്ത ദിവസം ലിയോ എന്തായാലും വിജയിച്ചു. എങ്ങനെ അവൻ്റെ വൈഫിനെ ഈ 8 അടി പൊക്കമുള്ള ഈ ഓറഞ്ച് കളറിലുള്ള മെഷീനിൽ ഹാപ്പിനെസ് മെഷീൻ്റെ അടുത്തേക്ക് എത്തിക്കാം. ഓക്കെ, യു ടെസ്റ്റ് യുവർ ഡാമിൻ തിങ് വിത്ത് മീ ആൻഡ് സ്പെയർ മൈ ചിൽഡ്രൻ, ഡോണ്ട് ഗീവ് ദം നൈറ്റ് മെയർസ്. അപ്പോൾ ലെന പറഞ്ഞതെന്ന് വെച്ചാൽ ഓക്കെയാണ്, നീ എന്നെ വെച്ച് പരീക്ഷിക്കൂ, നിൻ്റെ ഈ പരീക്ഷണമല്ല എന്നെ വെച്ച് പരീക്ഷിക്കും, എൻ്റെ കുട്ടികളെ അങ്ങ് വെറുതെ വിട്ടേക്കും എന്ന് പറഞ്ഞ് അവർക്ക് നൈറ്റ് മെയർസ് ദുസ്വപ്നങ്ങൾ കൊടുക്കരുതെന്ന് പറഞ്ഞ് ആണ് ലെന വന്നിരിക്കുന്നത്. all the children gathered around the box. എല്ലാ കുട്ടികളും ഈ ബോക്സിന് ചുറ്റും വന്ന് നിൽക്കുകയാണ്. വിച്ച് ബട്ടൺ ഡു ഐ നീഡ് ടു പ്രസ് ടു മേക്ക് മൈസെൽഫ് ഓവർജോയ്ഡ്, കണ്ടൻറ്റഡ് ആൻഡ് ഡിലൈറ്റഡ്. അപ്പം എന്നിട്ട് ചോദിക്കുകയാണ്, ഞാൻ ഏത് ബട്ടൺ ഞെക്കണം, ഞാൻ ഇതിനകത്ത് സന്തോഷവതിയായിരിക്കാം, ഓവർജോയ് ആയിരിക്കാം, ഡിലേറ്റഡ് ആയിരിക്കാം എന്ന് ചോദിക്കുകയാണ്. മാമ സെറ്റ് സോൾ ഡോണ്ട്. അപ്പോൾ സോൾ പറയണം, അമ്മ വേണ്ട. വി നീഡ് ടു ചെക്ക് ഇറ്റ് ഔട്ട് സോൾ. She got into the machine, sat and looked at her husband. Not for me, dear. It's for you. Nervous wreck. അപ്പോൾ എന്നിട്ട് പറയണം, ഈ സോളെ നമുക്ക് ഈ മെഷീൻ ഒന്ന് ചെക്ക് ചെയ്യണം. എന്നിട്ട് ഹസ്ബൻഡ് അടുത്ത് തിരിഞ്ഞിട്ട് പറയണം, അത് എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ്. പ്ലീസ്, he said, press the button and you will see. അപ്പോൾ അയാൾ പറയണം, പ്ലീസ് നീ ആ ബട്ടൺ ഒന്ന്
പ്രസ് ചെയ്യൂ, നിങ്ങൾക്ക് പിന്നെ കാണാം. The door was shut. There was a cling and machine shivered and growled like a wild dog. അപ്പോൾ ഈ മെഷീൻ ബട്ടൺ ഞെക്കിയപ്പോൾ ആ ഡോർ അടച്ചു. പിന്നെ മെഷീൻ ഇങ്ങനെ ഒരു വൈൽഡ് ഡോഗിനെ കണക്ക് ഇങ്ങനെ സൗണ്ടൊക്കെ ഉണ്ടാകുന്നുണ്ട്. കാട്ടിലെ നായ കണക്ക് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പപ്പ സോൾ ഹഗ്ഡ് ഹിസ് ഫാദർ ഫ്രം ബിഹൈൻഡ്. ഈസ് മമ്മ all right? asked Naomi. The machine continued to make strange sounds. All right, she's fine. Listen. അപ്പോൾ സോൾ ചോദിക്കണം, സോള് ഈ പപ്പയെ ഹാഗ് ചെയ്തിട്ട് ചോദിക്കുകയാണ്, പപ്പ ഈ മെഷീൻ മമ്മ ഓക്കെ ആണോ എന്ന് ചോദിക്കുകയാണ്. നവോമിയും ചോദിക്കുന്നുണ്ട്. നവോമി വേറൊരു ചൈൽഡാണ്. അപ്പം എന്നായാലും ഈ മെഷീൻ വീണ്ടും സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓൾ റൈറ്റ്, ഷീ ഈസ് ഫൈൻ. ലിസൺ. ഓൾ റൈറ്റ്, എല്ലാം ശരിയാണ്, അവൾ ഫൈനാണ്, നിങ്ങൾ നോക്കൂ എന്നാണ് പറഞ്ഞത്. ഫ്രം ഇൻസൈഡ് ദ ബോക്സ് ദേ കുഡ് ഹിയർ ലെന എക്സൈറ്റഡ് യെൽസ്. ഓ ലുക്ക് അറ്റ് ദാറ്റ്, പാരീസ്, റോം, ദ പിരമിഡ്സ്, പെർഫ്യൂം. അപ്പം അകത്തു നിന്ന് ലെനയുടെ എക്സൈറ്റഡ് ആയ യെൽസ് അല്ലെങ്കിൽ എക്സൈറ്റഡ് ആയ വിളികൾ കേൾക്കാൻ പറ്റും. പാരീസ് എന്നും റോം എന്നും അത് നോക്കൂ ഇത് നോക്കൂ എന്നൊക്കെ ഉള്ള, പിരമിഡ്സ് എന്നൊക്കെ ഉള്ള വിളികൾ കേൾക്കാൻ പറ്റി. ദ ബ്ലൂ ഡാന്യൂബ് വാസ് ഹേർഡ് ഫ്രം ഇൻസൈഡ്. ലാസ്റ്റ് കേട്ടതെന്ന് വെച്ചാൽ ബ്ലൂ ഡാന്യൂബ്, ഡാന്യൂബ് ഒരു നദിയാണ്, ബ്ലൂ ഡാന്യൂബ് എന്ന വാക്കാണ് കേട്ടത്. മ്യൂസിക്, ഐ ആം ഡാൻസിങ്, ഓൺലി ഷീ തിങ്സ് ഷീ ഈസ് ഡാൻസിങ്, ഹി അനൗൺസ് ടു ദ വേൾഡ്. അപ്പം പറയണം അടുത്ത മ്യൂസിക്, ഞാൻ ഡാൻസ് ചെയ്യാൻ പോകണം. അപ്പം ഇതെല്ലാം കേൾക്കുകയാണ്. അമേസിങ് വോയിസ് റാങ് ഫ്രം ഇൻസൈഡ് അഗൈൻ. വീണ്ടും ഇങ്ങനെ ആ മെഷീൻസിനെ കുറിച്ചുള്ള പറയുകയാണ്. അമേസിങ്, വളരെ നന്നായിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ്. ലിയോ ഹോഫ്മാൻ ബ്ലഷ്ഡ് വിത്ത് പ്രൈഡ്. Suddenly his face smile faded when he heard someone crying inside. She is crying, said Naomi. She can't be. She is like a baby, said Saul. No, she simply can't. He opened the door. Please, Lee, let me finish. She cried for some more. Stunned, he turned off the machine. It is the saddest thing in the world, she said. അപ്പം ലിയോ ഇതൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ ലിയോയ്ക്ക് ഭയങ്കര അഭിമാനം തോന്നി. എന്നിട്ട് പെട്ടെന്ന് ഈ പുഞ്ചിരി അങ്ങ് മാറി. ഒരു കരച്ചിലകത്തുനിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പം നവമി പറഞ്ഞതെന്ന് വെച്ചാൽ ഷീ ഈസ് ക്രൈങ്, ഷീ കാൺട്ട് ബി. അപ്പോൾ വീണ്ടും സോളും പറയുന്നുണ്ട് ഒരു കുട്ടിയെ കണക്ക് ഷീ ഈസ് ക്രൈങ്, അമ്മ കരയുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് ലിയോ ഹോഫ്മാൻ ഇതുവരെ വിശ്വസിക്കാൻ പറ്റില്ല. നോ, ഷീ കാൺട്ട്, സിംപ്ലി കാൺട്ട് ബി, ഒരിക്കലും പറ്റില്ല എന്നാണ് ലിയോ ഹോഫ്മാൻ പറഞ്ഞത്. അപ്പോൾ ഇത് കണ്ടിട്ട് അവസാനം നമ്മുടെ ലെന പറയുകയാണ്, ഇറ്റ് ഈസ് ദ സാഡസ്റ്റ് തിങ് ഇൻ ദ വേൾഡ്. ഇതാണ് ലോകത്തെ ഏറ്റവും സാഡസ്റ്റായ കാര്യം. First there was Paris. What is wrong with Paris? You made me feel that I am in Paris, but I know I am not, and I could never be. You made me dance on the dance floors, but we haven't danced for 20 years. I will take you to dance house tomorrow morning. Leo tried to console her. No, it's not important, even though your machine thinks it is important. What else? Leo Hoffman become gloomy. What else? The machine says I am young, but I know that I am not. Your machine makes the sunset last forever. The air fragrant and the temperature is fine. Then what is sad in it? Who wants a sunset to last forever? We always like sunset when it comes and goes. How long can I watch the sunset when our children wait for lunch, dishes to be washed and birds to be fed? You made the cute things go slow and brought far away things come close. It shouldn't be. We like quick things for they are quick, and far away things as they are not easily reachable. അപ്പോൾ കാര്യം പറയാം. ഫസ്റ്റ് നിങ്ങൾ എന്നെ പാരീസിലാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചു, പക്ഷേ എനിക്കറിയാമായിരുന്നത് പാരീസ് അല്ലായിരുന്നു. എന്നിട്ട് ഞാൻ ഡാൻസ് ഫ്ലോറിൽ നിന്ന് ഡാൻസ് കളിക്കുന്നതായിട്ട് തോന്നി. പക്ഷെ നമ്മൾ ഇതുവരെ 20 വർഷമായിട്ട് ഇതുവരെ ഒരു ഡാൻസും കളിച്ചിട്ടില്ല. അപ്പോൾ അപ്പോൾ അവളുടെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയണം, നമുക്ക് നാളെ ഒരു ഡാൻസ് ഹൗസിൽ പോയിട്ട് നാളെ തന്നെ ഡാൻസ് കളിക്കാം എന്ന് അയാളെ സമാധാനിപ്പിക്കാൻ പറയുകയാണ്. അപ്പം അടുത്ത നമ്മുടെ ലിന പറഞ്ഞതെന്ന് വെച്ചാൽ നോ അതൊന്നും അല്ല ഇമ്പോർട്ടൻറ്റ്. മെഷീൻ അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിലും അതൊന്നും അല്ല ഇമ്പോർട്ടൻറ്റ്. പിന്നെ എന്താണെന്ന് ലിയോ ഹോഫ്മാൻ വീണ്ടും ഗ്ലൂമി ആയിട്ട് ചോദിക്കുകയാണ്. വാട്ട് എൽസ്? ദ മെഷീൻ സേസ് ഐ ആം യങ് ബട്ട് ഐ നോ ദാറ്റ് ഐ ആം നോട്ട്. അപ്പോൾ അടുത്ത ലിയോ ഹോഫ്മാൻ്റെ അടുത്ത് ചോദിക്കുമ്പം ലെന പറയുകയാണ്, മെഷീൻ പറയുന്നത് ഞാൻ യങ് ആണെന്നാണ്, പക്ഷേ എനിക്കറിയാം അങ്ങനെ അല്ല എന്ന്. പിന്നെ സൺസെറ്റും എന്നേക്കും നിലനിൽക്കും, പിന്നെ ഫ്രാഗ്രൻറ്റും ടെമ്പറേച്ചറും എല്ലാം ഓക്കെ ആയിരുന്നു. ദെൻ വാട്ട് ഈസ് സാഡ് ഇൻ ഇറ്റ്? അതിനകത്ത് എന്താണ് ദുഃഖമുള്ളതെന്നാണ് ചോദിക്കുന്നത്. ഹൂ വാണ്ട്സ് എ സൺസെറ്റ് ലാസ്റ്റ് ഫോർ അവർ? വി ഓൾവേസ് ലൈക്ക് സൺസെറ്റ് വെൻ ഇറ്റ് കംസ് ആൻഡ് ഗോസ്. അപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ ആരാണിങ്ങനെ എവർ ലാസ്റ്റിംഗ് ഉള്ള എല്ലാം നിലനിൽക്കുന്ന സൺസെറ്റ് ആഗ്രഹിക്കുക? സൺസെറ്റിൻ്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അത്
വന്നിട്ട് പോകുമ്പോഴാണ് എനിക്ക് എത്ര നേരം സൺസെറ്റ് കണ്ടുപിടിക്കാം. എൻ്റെ കുട്ടികളിങ്ങനെ വിശന്ന് ലഞ്ചിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഡിഷസ് വാഷ് ചെയ്യാം, പാത്രങ്ങൾ കഴുകാൻ കിടക്കുമ്പോൾ എനിക്ക് അങ്ങനെ സൺസെറ്റിന് വേണ്ടി കാത്തിരിക്കാൻ പറ്റില്ല. നിങ്ങൾ ചെയ്തെന്താണെന്ന് വെച്ചാൽ ക്വിക്ക് തിങ്സിനെ പതുക്കെ ആക്കി, അതുപോലെ തന്നെ ഫാർ തിങ്സിനെ അടുത്തുമാക്കി. അപ്പോൾ പെട്ടെന്ന് പോകുന്ന കാര്യങ്ങളെ പതുക്കെ ആക്കി, ദൂരെയുള്ള കാര്യങ്ങളെ അടുത്താക്കിയാണ് നിങ്ങൾ ചെയ്തത്. അപ്പോൾ അത് ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ ആ വേഗമുള്ള കാര്യങ്ങളെ ഇഷ്ടപ്പെടുന്നത് ആ വേഗത്തിൽ പോകുന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ ദൂരെയുള്ള കാര്യങ്ങളെ ഇഷ്ടപ്പെടുന്നത് അത് പെട്ടെന്ന് കിട്ടാൻ പറ്റാത്തതുകൊണ്ടാണ്. I still sat, not understand what's wrong with the machine. Let me check it. He sat down inside the machine and shut the door. The machine started quivering and growling again. When he just began to float with colors and music in the great explanation, he heard someone scream, "Fire! Papa, the machine is on fire." അപ്പോൾ അവസാനം ഈ ലിയോ തന്നെ മെഷീൻ ചെക്ക് ചെയ്യാൻ വേണ്ടി അകത്തോട്ട് കയറി ഡോറ് ക്ലോസ് ചെയ്തിട്ട് ബട്ടൺ അമർത്തി. അപ്പോൾ ഈ മ്യൂസിക്കിൻ്റെയൊക്കെ സൗണ്ടിൻ്റെ ഇടയ്ക്ക് എന്തോ ഒരാളെ സ്ക്രീം ചെയ്യുന്നത് പോലെ തോന്നി. ഫയർ, അല്ലെങ്കിൽ തീ ആ മെഷീനിൽ തീ പിടിച്ചിരിക്കുന്നു എന്ന് സ്ക്രീം ചെയ്യാൻ തുടങ്ങി. The boy dragged him out when someone broke the door open. A muffled explosion was heard from behind. അപ്പോൾ ഈ ഡോറ് തുറന്നതും ഈ ബോയ് ഇയാളെ വലിച്ച് താഴോട്ടിട്ടു. എന്നിട്ട് പെട്ടെന്ന് ആ മെഷീൻ എക്സ്പ്ലോഷനാണ് ഉണ്ടായത്. ആ മെഷീൻ പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായത്. Lena Hoffman ensured the machine burning very well, then yelled out, "Soul, call the fire department." അപ്പോൾ ലെന ഈ മെഷീൻ കത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കി എന്ത് ചെയ്താൽ സോളിൻ്റെ അടുത്ത് പറഞ്ഞു, ഫയർ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ അഗ്നിശമന സേനയെ വിളിക്കാൻ പറഞ്ഞു. ലെന ഹോഫ്മാൻ, ഗ്രാൻഡ്പാ സ്പോർട്ടിംഗ്, Douglas and Tom gazed at the flames surrounding the garage. Most of the boarders, old men across the ravine, and all the children from 6 blocks around watched the firemen striving to put the soaring flames out. Hoffman's children felt proud of the grand flames coming out of their garage, which became a visual treat for everyone. Grandfather Spalding cleanly studied the smoke board, making mysterious patterns in the sky. അപ്പോൾ ഇതിനകത്ത് ചെയ്തെന്താണെന്ന് വെച്ചാൽ ഈ തീ കത്തുന്ന എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടികളും എല്ലാവരും, പിന്നെ ഫയർ ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ തീ അണയ്ക്കുന്നത് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നമ്മുടെ ഹോഫ്മാൻ്റെ കുട്ടികൾക്കെല്ലാം ഭയങ്കര സന്തോഷമായി. കാരണം ഈ എല്ലാവർക്കും ഒരു വിഷ്വൽ ട്രീറ്റ്, ഈ ഗ്യാരേജിൽ നിന്ന് ഇങ്ങനെ തീ പോർന്ന് കാണുമ്പോൾ എല്ലാവർക്കും ഒരു വിഷ്വൽ ട്രീറ്റ് കിട്ടിയല്ലോ, നമ്മുടെ ഗ്യാരേജിൽ നിന്നാണല്ലോ സംഭവിച്ചതെന്നുള്ളൊരു അഭിമാനം. Was that your happiness machine? Let me figure out later and I will tell you. അപ്പോൾ അതാണോ നിങ്ങളുടെ ഹാപ്പിനെസ് മെഷീൻ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം ഒന്ന് കണ്ടെത്തട്ടെ, എന്നിട്ട് ഞാൻ സംസാരിക്കാമെന്നാണ് പറഞ്ഞത്. ലിയോ, ലെന said, "I hope it won't take a year to figure them out. I will be there in the house putting things back to normal. You know, it is an absolute chance by the commotion you made with the machine these days. Come children, help mama." അപ്പോൾ ലിയോ ഒരു അടുത്ത് ലെന പറയുകയാണ്, ഇത് പെട്ടെന്ന് തന്നെ തിരുത്തിയെല്ലാം പഴയതുപോലെ ആക്കിത്തരാം, എന്നിട്ട് ചിൽഡ്രനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. Leo Hoffman left with grandfather and his children. When all the firemen and the people had gone, he stirred his boot through the wet ashes and rains and said, "The first real thing you learn in life is you are a fool. You want to see happiness machine. It's got patent more than 1,000 years ago and still there. Even though not good all the time, but it runs on and on." അപ്പോൾ പറയുകയാണ്, ചാരത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഷൂസ് ഇട്ട് നടന്നിട്ട് പറയുകയാണ്, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫൂളാണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. കാരണം നമുക്ക് ഹാപ്പിനെസ് മെഷീൻ കാണണമെങ്കിൽ അതൊന്നും സംഭവിക്കാൻ പോകുന്ന കാര്യമില്ല. ഇതിനു മുമ്പ് ഒരുപാട് പേര് ഇതിന് ട്രൈ ചെയ്തിട്ടുണ്ട്, അവരെല്ലാം ഫെയിലും ആയിട്ടുണ്ട്. "But the fire," said Douglas, "don't count. It doesn't take a year to figure out what has been burnt. Love the worthless bauble. Look, the happiness machine. You will see it through the front window." അപ്പോൾ ഫയർ എന്നാണ്. പക്ഷേ ഈ ഫയർ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ലിയോ പറഞ്ഞതെന്ന് വെച്ചാൽ അതിന് 1 വർഷമൊന്നും ആവില്ല അതിനെ ഫിഗർ ഔട്ട് ചെയ്യാൻ, എന്തൊക്കെ നഷ്ടപ്പെട്ടു നമുക്ക് തിരിച്ചറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഹാപ്പിനെസ് മെഷീൻ കാണണമെങ്കിൽ നോക്കൂ, നിങ്ങൾ ആ ഫ്രണ്ട് വിൻഡോ കൂടെ കാണാൻ പറ്റും. Then all looked through the last window pane. Every sense of the body was inspired by the big and tiny ripples over there. Saul and Marshall were playing chess at the coffee table and Rebecca laying out the silver in dining room. Naomi was cutting paper doll dresses and Ruth painting watercolors. Joseph was running his electric train and Lena was sliding a pot roast from steaming oven.
You could hear away voices and someone singing a high sweet voice. You could feel aroma of a baking bread and the temperature tempting butter. Everything seemed to be working fine, and Leo Hoffman gazed serenely through the window. അപ്പോൾ എന്നിട്ട് അയാളുടെ ഫാമിലിയെ പറ്റിയാണ് പറയുന്നത്. ആ സോളും മാർഷലും കൂടെ ചെസ്സ് കളിക്കുന്നു കോഫി ടേബിളിൽ നിന്ന്. റബേക്ക ഡൈനിങ് റൂമിൽ സിൽവർ ലേയിങ് ഔട്ട് ഇരിക്കുന്നു. നവോമി ഡോൾ ഡ്രസ്സിന് വേണ്ടി പേപ്പർ കട്ട് ചെയ്യുന്നു. റുത്ത് വാട്ടർ കളേഴ്സ് വെച്ച് പെയിൻറ്റ് ചെയ്യുന്നു. ജോസഫ് ഇലക്ട്രിക് ട്രെയിൻ റൺ ചെയ്യുന്നു. ലെന കുക്ക് ചെയ്യുന്നു. ഇതൊക്കെയാണ് പറയുന്നത്. There it is, feeling the healing touch of all the bits of pieces of his house is sheer ecstasy, he said. The happiness machine. അപ്പോൾ അയാൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തുന്നത് എന്താണെന്ന് വെച്ചാൽ ഫാമിലിയിലുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് ഹാപ്പിനെസ് മെഷീൻ. അല്ലെങ്കിൽ ഫാമിലിയാണ് ഹാപ്പിനെസ് എന്നാണ് ഈ സ്റ്റോറിയിൽ പറഞ്ഞു നിർത്തുന്നത്.